Hello amigos, MotoGP, the world's top motorcycle racing championship. നിങ്ങൾ MotoGP റേസ് വാച്ച് ചെയ്യുന്നവരാണോ? നിങ്ങൾ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ചില മാനുഫാക്ചറിങ് കമ്പനീസ് വളരെ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2-3 വർഷമായിട്ട് നമ്മുടെ ഡ്യൂക്കാറ്റി നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് ചില കമ്പനീസ് വളരെ താഴെ റാങ്കിങ്ങിലൊക്കെ ഏറ്റവും താഴെയായിട്ട് ഡീമോട്ട് ചെയ്യപ്പെടുന്നതും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ ജാപ്പനീസ് മാനുഫാക്ചറേഴ്സൊക്കെ ഏറ്റവും താഴെയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടില്ല ഈ താഴെയുള്ളവരും കൂടെ മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും, അവർക്ക് ഡെവലപ്മെൻറ്റിനൊക്കെ കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അവരും കുറച്ച് മേലേക്ക് വന്ന് എല്ലാ മാനുഫാക്ചറേഴ്സും കൂടെ ഒരു നല്ല കോമ്പറ്റീഷൻ ഉണ്ടാകണം നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ? റേസിങ്ങിൽ ഏറ്റവും കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോഴാണ് റേസിങ് വാച്ച് ചെയ്യാൻ ഏറ്റവും അടിപൊളി. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട് MotoGP ഒരു പുതിയ റൂള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2024 സീസൺ മുതലാണ് ഈ ഒരു റൂള് ഇംപ്ലിമെൻ്റ് ചെയ്തത്, MotoGP കൺസെഷൻ സിസ്റ്റം ഫോർ മാനുഫാക്ചറേഴ്സ്. യെസ്, ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കൺസെഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇറ്റ്സ് മീ റാങ്കോ, വെൽക്കം ബാക്ക്. MotoGP കൺസെഷൻ സിസ്റ്റം. എന്തുകൊണ്ടാണ് MotoGP ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം റേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോർട്ട് എപ്പോഴും കോമ്പറ്റീറ്റീവ് ആകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ത്രില്ലും ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ കിട്ടുന്നത്. ഇതിലൊരു കോമ്പറ്റീഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു റേസിനൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പോലെ ആവും. അപ്പോൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് നേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് MotoGP ഇങ്ങനെ ഒരു കൺസെഷൻ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു അടുത്ത് സുസുക്കി MotoGPന്ന് വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഡുക്കാറ്റി നല്ല ഡോമിനേഷനിലുമാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ വൈകാതെ തന്നെ ജാപ്പനീസ് മാനുഫാക്ചറേഴ്സൊക്കെ MotoGP വിഡ്രോ ചെയ്ത് പോകേണ്ട അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് MotoGP ഇങ്ങനെ ഒരു കൺസെഷൻ സിസ്റ്റം കൊണ്ടുവന്നത്. ഇനി ഈ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിസ്റ്റം വെച്ച് ഒരു 4 കാറ്റഗറി ഉണ്ടാക്കിയിട്ടുണ്ട്. MotoGPയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മാനുഫാക്ചറേഴ്സിനെ ഈ ഒരു 4 കാറ്റഗറീസിലായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇതിൽ ഓരോ കാറ്റഗറീസിനും ഓരോ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ MotoGPയിൽ വളരെയധികം താഴെ നിൽക്കുന്നവർക്ക് കുറച്ചും കൂടെ അവർക്ക് കൂടുതൽ ഇന്നോവേഷൻസ് കൊണ്ടുവരാനും കൂടുതൽ നല്ല രീതിയിലുള്ള എൻജിൻസ് മാനുഫാക്ചർ ചെയ്യാനൊക്കെ കുറച്ചും കൂടെ നല്ല സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു 4 ഗ്രൂപ്പ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇതവർ വെറുതെ ഒരു 4 കാറ്റഗറി ഉണ്ടാക്കിയതല്ല, പ്രോപ്പറായിട്ട് ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് നല്ല ഫെയർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു 4 കാറ്റഗറിയും സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഡോമിനൻ്റ് ആയ ആളുകൾക്ക് ഒരുപാട് കൂടുതൽ ലിമിറ്റേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ താഴെ തട്ടിലേക്ക് പോകും. അപ്പോൾ അതൊന്നുമില്ലാതെ എല്ലാം ഫെയർ ആയിട്ടുള്ള റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു 4 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 4 ഗ്രൂപ്പ് കാറ്റഗറൈസ് ചെയ്യുന്നത് മെയിനായിട്ട് മാനുഫാക്ചറേഴ്സിൻ്റെ ചാമ്പ്യൻഷിപ്പ് പോയിൻ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ റൈഡേഴ്സിൻ്റെ പോയിൻറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ടീമിൻ്റെ പോയിൻറ്റ്സും കാര്യങ്ങളൊന്നും ഈ ഒരു കാറ്റഗറി സിസ്റ്റം അവരൊന്നും ബാധിക്കില്ല. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ 4 ഗ്രൂപ്പ്സ് ആക്കിയിട്ടാണ് അവർ തിരിച്ചിട്ടുള്ളത്, A, B, C, D എന്ന് പറഞ്ഞിട്ട്. ഈ 4 ഗ്രൂപ്പ് മെയിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനുഫാക്ചറേഴ്സിൻ്റെ പോയിൻ്റ് ടേബിൾ വെച്ചിട്ടാണ് ഈ ഒരു 4 ഗ്രൂപ്പ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അതായത് 85% മുകളിൽ പോയിൻറ്റ്സ് കിട്ടിയവരാണെങ്കിൽ അത് കാറ്റഗറി A, അതേപോലെ 60% ടു 85% പോയിൻറ്റ്സ് അക്വയർ ചെയ്തിട്ടുള്ളവർക്ക് കാറ്റഗറി B. ഇനി 35% ടു 60% ആണെങ്കിൽ കാറ്റഗറി C. അതേപോലെ 35%-ന് താഴെയുള്ളവർ ഈ ഒരു കാറ്റഗറി D. ഇങ്ങനെ 4 ഗ്രൂപ്പാക്കിയിട്ടാണ് ഈ ഒരു സിസ്റ്റം തിരിച്ചിട്ടുള്ളത്. ഈ ഒരു റാങ്കിങ് സിസ്റ്റത്തിന് അവർ 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതായത് 2 ഘട്ടത്തിലായിട്ട് ഈ ഒരു പോയിൻറ്റ്സ് അവർ അനലൈസ് ചെയ്തിട്ട് ഈ ഒരു ഗ്രൂപ്പ് അതിനനുസരിച്ച് റീഅറേഞ്ച് ചെയ്യും. ഒരു വിൻഡോ പ്രീ സീസണിലും ഒരു വിൻഡോ മിഡ് സീസണിലുമാണ്. അതായത് ഏതെങ്കിലും ഒരു മാനുഫാക്ചറേഴ്സ് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു മിഡ് സീസണിൽ വെച്ചിട്ട് ഈ ഒരു പുതിയ അനാലിസിസ് വരുമ്പോൾ അവരുടെ കാറ്റഗറി അതിനനുസരിച്ച് ചേഞ്ച് ആവും. ആ രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു 2 സെഷനിലായിട്ട് ഈ ഒരു റാങ്കിങ് സിസ്റ്റം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഓരോ ഗ്രൂപ്പിലും കിട്ടുന്ന ബെനിഫിറ്റ്സും കാര്യങ്ങളിലേക്ക് നോക്കാം. മെയിനായിട്ട് 4 കാര്യങ്ങളിലാണ് ഈ ഒരു ഓരോ ഗ്രൂപ്പിനും ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ഒന്ന് എഞ്ചിൻ്റെ ഡെവലപ്മെൻറ്റിന്, ഒന്ന് എയറോ അപ്ഡേറ്റ്സിന്, അതേപോലെ ടെസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ, അതേപോലെ വൈൽഡ് കാർഡ് എൻട്രീസ്. ഈ 4 കാര്യങ്ങൾക്കാണ് മെയിനായിട്ട് ബെനിഫിറ്റ് കിട്ടുന്നത്. ആദ്യം തന്നെ നമുക്ക് എൻജിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ സീസണിലും ഇപ്പോൾ കറൻ്റ്ലി 7 എൻജിൻസാണ് പെർ റൈഡറിന് കിട്ടുന്നത്. ഇതിൽ A, B, C എന്ന് പറഞ്ഞാൽ ഈ 3 ഗ്രൂപ്പിനും ഈ ഒരു 7 എൻജിനാണ് പെർ റൈഡർ പെർ സീസൺ അലോ ചെയ്യുക. പക്ഷേ D ഗ്രൂപ്പിലുള്ളവർക്ക് 9 എൻജിൻസ് വരെ അലോവബിൾ ആണ് പെർ സീസൺ പെർ റൈഡർ. അതുപോലെ തന്നെ എൻജിൻ സ്പെക്കിലേക്ക് നോക്കുകയാണെങ്കിൽ
ഈ ഫസ്റ്റത്തെ 3 കാറ്റഗറീസിൽ വരുന്നവരുടെ എൻജിൻ സ്പെക്ക് ഫ്രീസ് ആയിരിക്കും. അതായത് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു എൻജിൻ സ്പെക്ക് ആ ഒരു സീസൺ കംപ്ലീറ്റ് അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെറിയ അപ്ഡേറ്റ്സ് കൊടുത്താൽ അതിൻ്റെ സ്പെക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അത് ഫ്രീസ് ആയിരിക്കും, എൻജിൻ്റെ ഡെവലപ്മെൻറ്റ് ഫ്രീസ് ആയിരിക്കും. പക്ഷേ ഈ ഡി ഗ്രൂപ്പിലുള്ളവർക്ക് ഈ ഒരു എൻജിൻ സ്പെക്ക് ഫ്രീ ആണ്. അതായത് അവർക്ക് ഈ ഒരു ത്രൂ ഔട്ട് സീസണിൽ എൻജിനിൽ ഡെവലപ്മെൻറ്റ്സ് വരുത്താം, എൻജിൻ്റെ സ്പെക്കിൽ ചേഞ്ചസ് വരുത്താം. ഈ ഒരു ചെറിയ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു സീസണിൻ്റെ ഇടയിൽ തന്നെ എൻജിൻ സ്പെക്കിൽ ചേഞ്ചസ് വരുത്താം. അതാണ് ഈ ഒരു എൻജിൻ്റെ കാര്യത്തിൽ ഡി ഗ്രൂപ്പിന് വരുന്ന ബെനിഫിറ്റ്. പിന്നെ യൂഷ്വലി ഉള്ള പോലെ തന്നെ 21 റേസസിന് മുകളിൽ ഒരു സീസണിൽ റേസസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു എൻജിൻ എക്സ്ട്രാ കിട്ടും. അത് എല്ലാ ഗ്രൂപ്പിനും അതുപോലെ തന്നെ ഉണ്ട്. ഇനി എയറോ അപ്ഡേറ്റ്സിൽ നോക്കുകയാണെങ്കിൽ 3 ഗ്രൂപ്പിന് എ ബി സി ഗ്രൂപ്പിന് ഒരു എയറോ അപ്ഡേറ്റ് പെർ സീസൺ അലോ ചെയ്യാൻ പറ്റുള്ളൂ. അവർ ഏതെങ്കിലും ഒരു എയറോ സിസ്റ്റം സെറ്റ് ചെയ്യണം, അത് അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ആ സീസണിൽ. പക്ഷേ ഗ്രൂപ്പ് ഡിയിലുള്ളവർക്ക് 2 സിസ്റ്റം വരെ ഒരു സീസണിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് അവരെപ്പോഴാണോ ഒരു സെക്കൻഡ് എയറോ സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ആവുന്നത് ആ ഒരു സമയത്ത് അവരുടെ ഫസ്റ്റ് സിസ്റ്റം ഇൻവാലിഡ് ആവും. അതായത് ഈ ഒരു സീസണിൻ്റെ ഇടയിലായിട്ട് അവർക്ക് എയറോ ഡൈനാമിക്സിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സിസ്റ്റത്തിലേക്ക് ഈ ഒരു സീസണിൻ്റെ ഇടയിൽ തന്നെ മാറാൻ പറ്റും. ബാക്കി 3 ഗ്രൂപ്പിനും എ ബി സി ഗ്രൂപ്പിന് ഒരു സീസണിൽ ആ തുടക്കത്തിൽ ഉണ്ടാകുന്ന ആ ഒരു എയറോ സിസ്റ്റം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സീസൺ ഫുള്ള് അവർ ഉപയോഗിക്കണം. ഇനി ടെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് കാര്യമായിട്ട് ഈ ഒരു 4 ഗ്രൂപ്പിലും ചേഞ്ചസ് വരുന്നത്. ടെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ 4 ഗ്രൂപ്പിനും 4 സിസ്റ്റമാണ്. അതായത് അലോ ചെയ്തിട്ടുള്ള ടെസ്റ്റ് ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എക്ക് 170 ടയേഴ്സാണ്, ഗ്രൂപ്പ് ബിക്ക് 190 ടയേഴ്സാണ്, ഗ്രൂപ്പ് സിക്ക് 220 ടയേഴ്സാണ്, ഗ്രൂപ്പ് ഡിക്ക് 260 ടയേഴ്സാണ്. ഇനി ടെസ്റ്റ് റൈഡർ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സിക്ക് ഈ ഒരു ഫാക്ടറി ടെസ്റ്റ് റൈഡേഴ്സ് മാത്രമേ അലോ ചെയ്യുള്ളൂ. അതായത് റൈഡേഴ്സും പിന്നെ ഫാക്ടറിയുടെ ടെസ്റ്റ് റൈഡർ ഉണ്ടാവും. ആ ഒരു ടെസ്റ്റ് റൈഡർ മാത്രമേ ഈ ഒരു 3 ഗ്രൂപ്പിന് അലോ ചെയ്യുള്ളൂ. പക്ഷേ ഡി ഗ്രൂപ്പിന് ഈ ഒരു സംഭവം ഫ്രീ ആണ്. അതായത് അവർക്ക് ടെസ്റ്റ് റൈഡർ യൂസ് ചെയ്യാം, ഫാക്ടറി റേസ് റൈഡറും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോൺട്രാക്ട് ബേസിസിൽ അവർക്ക് ടെസ്റ്റ് റൈഡേഴ്സിനെ ഹയർ ചെയ്ത് അവരെയും യൂസ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ഡിക്ക് മാത്രമാണ് ഈ ഒരു ബെനിഫിറ്റ് ഉള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ ഫാക്ടറി ടെസ്റ്റ് റൈഡേഴ്സിനെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി ഈ ഒരു ടെസ്റ്റിംഗ് സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ എ ബി സി എന്നുള്ള ഗ്രൂപ്പിന് 3 ടെസ്റ്റിംഗ് സർക്യൂട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതവർ നേരത്തെ തന്നെ ഫിക്സ് ചെയ്യും. ആ ഒരു 3 ടെസ്റ്റിംഗ് സർക്യൂട്ട് മാത്രമേ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഗ്രൂപ്പ് ഡിയിലുള്ളവർക്ക് ഏത് GP സർക്യൂട്ട് വേണമെങ്കിലും ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആകെ ഒരു റെഗുലേഷൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു റേസ് ഇവൻറ്റിൻ്റെ തൊട്ട് ബാക്കിലുള്ള 14 ഡേയ്സിൽ ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത സമയത്തൊക്കെ ഏത് GP സർക്യൂട്ടും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി വൈൽഡ് കാർഡ്സിലുള്ള ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ എക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രി പോലും പറ്റില്ല, ബിക്ക് 3 വൈൽഡ് കാർഡ് എൻട്രീസ് അലോബിൾ ആണ്. അതേപോലെ സിക്കും ഡിക്കും 6 വൈൽഡ് കാർഡ് എൻട്രീസ് വരെ അവൈലബിൾ ആണ്. അതായത് 3 വൈൽഡ് കാർഡ് എൻട്രി ഫസ്റ്റ് ഹാഫിലും അതേപോലെ 3 വൈൽഡ് കാർഡ് എൻട്രി സെക്കൻഡ് ഹാഫിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഗ്രൂപ്പ് സിക്കും ഗ്രൂപ്പ് ഡിക്കും കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ വൈൽഡ് കാർഡ് എൻട്രീസിൻ്റെ എൻജിൻ സ്പെക്ക് അൺറെസ്ട്രിക്റ്റഡ് ആണ്. അവർക്ക് ഏത് ടൈപ്പ് എൻജിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണമെങ്കിലും ഈ ഒരു വൈൽഡ് കാർഡ് എൻട്രീസ് യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി എ ഗ്രൂപ്പിന് വൈൽഡ് കാർഡ് എൻട്രീസ് ഒന്നും അലൗഡ് അല്ല. ബി ഗ്രൂപ്പിന് 3 എൻട്രീസ് അലൗഡ് ആണെങ്കിലും അവരുടെ എൻജിൻ സ്പെക്ക് ലോക്ക്ഡ് ആയിരിക്കും ഓരോ സീസണിലും. ഈ ഒരു സി ഡി ഗ്രൂപ്പിന് മാത്രമാണ് ഈ ഒരു എൻജിൻ സ്പെക്ക് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ സി ആൻഡ് ഡി ഗ്രൂപ്പിലുള്ളവർക്ക് അവർക്ക് പുതിയ എൻജിൻസ് അടുത്ത സീസണിന് വേണ്ടിയിട്ടുള്ള പുതിയ എൻജിൻസോ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു വൈൽഡ് കാർഡ് എൻട്രീസ് യൂസ് ചെയ്യാൻ പറ്റും. വൈൽഡ് കാർഡ് എൻട്രീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫുൾ ടൈം റേസർ ആവില്ല. അവർ പുതിയ എൻജിൻ ഡെവലപ്പ് ചെയ്യാനും ഈ ഒരു ഉള്ള എൻജിനിൽ കൂടുതൽ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും ആ ഒരു ഡാറ്റാസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന റേസേഴ്സിനാണ് ഈ ഒരു വൈൽഡ് കാർഡ് എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 4 കാര്യങ്ങളിൽ ഈ ഒരു 4 ഗ്രൂപ്പിന് കിട്ടുന്ന ബെനിഫിറ്റ്സും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു സിസ്റ്റം MotoGPയിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഈ ഒരു 2024 MotoGP കുറച്ചും കൂടെ ഒരു കോമ്പറ്റേറ്റീവ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 2024 ഭയങ്കര ഡുക്കാറ്റി ഡോമിനേഷൻ തന്നെയായിരുന്നു, ഒരു രക്ഷയില്ല. പക്ഷേ ഇപ്പം ഈ ഒരു 2025 വരുമ്പം ഈ ഒരു റൂൾ ഉള്ളതുകൊണ്ട് തന്നെ താഴെയുള്ളവർക്കൊക്കെ കുറേ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പം കറൻ്റ്ലി നടക്കുന്ന ടെസ്റ്റുകളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഹോണ്ടയും യമഹയൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു നെക്സ്റ്റ് വീക്ക്, അതായത് ഫെബ്രുവരി ലാസ്റ്റായിട്ട് നമ്മുടെ 2025 MotoGP സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഇയറിലെ കൺസെഷൻ സിസ്റ്റം കാറ്റഗറീസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ 2024 സെയിം കാറ്റഗറി തന്നെയാണ് ഈ ഒരു ഇയറിൽ വരുന്നത്. ചേഞ്ചസ് ഒന്നുമില്ല.
മാനുഫാക്ചറേഴ്സിൽ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ആ ഒരു സെയിം കാറ്റഗറിയിൽ തന്നെ പോകേണ്ട സ്ഥിതിയാണുള്ളത്. അതായത് ഗ്രൂപ്പ് എയിൽ ഡുക്കാറ്റി മാത്രം, ഗ്രൂപ്പ് ബിയിൽ ആരും തന്നെ ഇല്ല, ഗ്രൂപ്പ് സിയിൽ KTM എപ്രിലിയും, അതേപോലെ ഗ്രൂപ്പ് ഡിയിൽ യമഹയും ഹോണ്ടയും. ഈ ഒരു 2024 സെയിം ആയിട്ട് തന്നെയാണ് ഈ 2025 കൺസെഷൻ ഗ്രൂപ്പ്സ് വരുന്നത്. മിക്കവാറും ഈ ഒരു ഇയർ കഴിയുമ്പോൾ തന്നെ ഈ ഒരു മിഡ് സീസണിൽ തന്നെ ചിലപ്പം ഈ ഒരു കാറ്റഗറീസിൽ ചേഞ്ച് വന്നേക്കാം. കാരണം ആ രീതിയിലുള്ള ചെറിയ ചെറിയ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ മാനുഫാക്ചറേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രീ സീസണായിട്ട് ടെസ്റ്റിൻ്റെയും കാര്യങ്ങളുടെ ഒക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു കൺസെഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിന് ഞാൻ മറുപടി തരും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.